മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ജോഷുവായുടെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ജോഷുവായ്ക്കും ദൈവം കൊടുക്കുന്ന ഒരു സന്ദേശമാണ്, ഒരു വാഗ്ദാനമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുക. ഞാൻ മോശയോട് കൂടെ എന്നതുപോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ശക്തനും ധീരനുമായിരിക്കുക. ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ വലിയൊരു വാഗ്ദാനം കർത്താവ് നിറവേറ്റുമെന്നുള്ള ഒരു കാര്യമാണ് ഈ വചനത്തിൽ നമ്മൾ കാണുക. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള സകല വാഗ്ദാനങ്ങളും നിറവേറ്റി ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാപിക്കുകയും നാം ഓരോരുത്തരും ചെയ്യണമെന്നാണ് വചനം ഓർമ്മിക്കുക. ദൈവം മോശയോട് കൂടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ നമ്മുടെയും കൂടെ ഉണ്ടായിരിക്കും. ദൈവം ജോഷുവായ്ക്ക് കൊടുക്കുന്ന വാഗ്ദാനം അത് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന വാഗ്ദാനമാണ്. മോശയോടൊപ്പം ഉണ്ടായിരുന്ന ദൈവം ജോഷുവായോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ജോഷുവായ്ക്കും മോശയ്ക്കും പൂർവ്വപിതാക്കന്മാർക്കും ഒപ്പമുണ്ടായിരുന്ന നമ്മുടെ ദൈവം നമ്മോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് വചനം പഠിപ്പിക്കുകയാണ്, നീ ശക്തനും ധീരനുമായിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ തളർന്നു പോകുവാനായിട്ട് പാടില്ല, ജീവിതത്തിൽ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുവാനായിട്ട് പാടില്ല. എന്തുകൊണ്ട് തളരാൻ പാടില്ല? എന്തുകൊണ്ട് ജീവിതത്തിൽ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകാൻ പാടില്ല? ഈ ഒരു ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ദൈവം എൻ്റെ കൂടെയുണ്ട്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് ജീവിതത്തിൽ തളരുവാനും തകരുവാനും നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുവാനും പാടില്ല. തളരാനുള്ള കാരണങ്ങൾ ഏറെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകാനുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഒത്തിരി പരാജയങ്ങൾ ഉണ്ടായിരിക്കാം. ഇതൊന്നും പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളെ അലട്ടാനായിട്ട് പാടില്ല. കാരണം മോശയോടൊപ്പം ജോഷുവായോടൊപ്പം പൂർവ്വപിതാക്കന്മാരോടൊപ്പം ഉണ്ടായിരുന്ന ദൈവം, അവിടുന്ന് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. ആ ദൈവം നമ്മോട് കൂടെയായിരിക്കും. അതുകൊണ്ട് ഞാൻ തളരില്ല, ശക്തനും ധീരനുമായി ഞാൻ ജീവിക്കും. ഈ ഒരു ചിന്ത മനസ്സിലേക്ക് അങ്ങ് കയറ്റിക്കേ, ഈ ഒരു വചനം ഉള്ളിലേക്ക് അങ്ങ് സ്വീകരിച്ച് ഇന്ന് ജീവിതത്തിൽ നിരാശപ്പെടാനും തളരാനും ഏറെ കാരണങ്ങൾ ഉണ്ടായാലും നമ്മൾ തളരില്ല. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള കരുത്ത് നമ്മുടെ ദൈവം നമുക്ക് നൽകും. ദൈവം നമ്മുടെ കൂടെയുണ്ട്, അവിടുന്ന് കൈവിടുകയില്ല. ഈ ഒരു ചിന്തയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ഈശോയെ,
അവിടുത്തെ കരങ്ങളിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ജീവിതത്തിൽ തളരാനുള്ള കാരണങ്ങൾ ഏറെയുണ്ടായിരുന്നാലും, നിരാശയ്ക്ക് അടിമപ്പെടാനുള്ള കാരണങ്ങൾ ഏറെയുണ്ടായിരുന്നാലും, സംഭവങ്ങൾ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായാലും, അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വന്നാലും, ഈശോയെ അങ്ങ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ശക്തരും ധീരരുമായിരിക്കുവാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു മകനോ മകളോ ഇന്ന് തളരാതെ കർത്താവെ അങ്ങ് നൽകുന്ന ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളോട് പോരാടി വിജയിക്കുവാനുള്ള കരുത്ത് ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ, നിന്റെ ശക്തി ഇവരിലേക്ക് ഒഴുകട്ടെ, നിന്റെ കൃപ ഇവരിലേക്ക് ഒഴുകട്ടെ. ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.